Hello friends, how are you? Fine. So now we have in fact completed discussion on mending world, and now today we start another lesson number 6, that is Amigo Brothers by P.D. Thomas. Amigo Brothers, amigo means friends, it's a Spanish word. So Amigo Brothers means friendship, and it began as friendship, a relationship that began as friendship but ended as brothers. തുടക്കത്തിൽ കൂട്ടുകാരായിരുന്നു, അതിനെ ബ്രദേഴ്സ് പോലെയായി, സ്വന്തം സഹോദരന്മാരെ പോലെ, അത്രയ്ക്ക് വലിയ റിലേഷൻഷിപ്പ്, ഹാർമോണിയസ് റിലേഷൻഷിപ്പ്, ഹൈറ്റ്സ് ഓഫ് ഹാർമണി. കൂട്ടുകാർ സഹോദരന്മാരെ പോലെയാകുന്നു, ഹൈറ്റ്സ് ഓഫ് ഹാർമണി അല്ലേ? ശരിയല്ലേ? Now this author is P.D. Thomas. Actually his name was Juan Pedro Thomas. Juan Pedro Thomas. He was born Juan Pedro Thomas. That means his actual name is that. Later on, instead of Juan Pedro, he preferred maybe P.D. P-I-R-I. It's a very interesting author. In a way, he spent 7 years in prison. That means in early life was murky. M-U-R-K-Y, murky. Murky means dark. Some problems in life, etc. And then he was sentenced. He was so to say sent to jail. Then afterwards he had connections with using drug and drug peddling, selling drugs and so on, quarrels. So as a result he was punished and he was sent to jail, punished by the court. Then what happened is that ജയിലിൽ പോയി 7 വർഷം കഴിഞ്ഞു തിരിച്ചിറങ്ങിയപ്പോൾ പുള്ളിക്ക് ഭയങ്കര മാനസാന്തരമുണ്ട്, കൺവേർഷൻ ഉണ്ടായി, ഭയങ്കര മാനസാന്തരം ഉണ്ടായി. അപ്പോൾ അന്ന് മുതൽ പുള്ളി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെല്ലാം ഒത്തിരി മാറ്റം വന്നു. അദ്ദേഹം ഒരു became a writer, autobiography. അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി, വെരി ഫേമസ് ഓട്ടോബയോഗ്രഫി ഉണ്ട്. അതാണ് അദ്ദേഹത്തെ ഇത്രയും ഒരു മഹാനാക്കിയത്. ആ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ്. ഡൗൺ ദീസ് മീൻ, MEAN, മോശപ്പെട്ട എന്നുള്ളത്. മീൻ, വാട്ട് എ മീൻ ഫെലോ യു ആർ എന്ന് പറയുന്നത്, മോശപ്പെട്ട എന്നുള്ളത്. ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ് അതാണ് 1967 അദ്ദേഹത്തിൻ്റെ ആത്മകഥ. became a big best seller. ഏറ്റവും കൂടുതൽ കോപ്പികൾ കിട്ടിയൊരു പുസ്തകമായിരുന്നു. കാരണം അത് അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതമായിരുന്നു. And then later of course he was a talented person. He became autobiographer, as an essayist, then playwright, നാടകം എഴുതുക, essay എഴുതുക, poet, കവിത എഴുതുക, film maker, film ഉണ്ടാക്കുക, lecturer. And later in his life he went around to different places, traveled to different places, met young people, schools, colleges, universities, and then gave them guidance how not to enter into this kind of bad habits. So that's a great thing, isn't it? Yes. So early life of course was dark. വളരെ മോശമൊക്കെയായിരുന്നു, ജയിലിലേക്ക് പോയി. പക്ഷേ ലേറ്റർ ലൈഫ്, 7 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങിയപ്പം ഭയങ്കര മിടുക്കനായി. അദ്ദേഹം പഠിച്ചു ഇതിനൊക്കെ എതിരായിട്ട്, അതായത് ഡ്രഗിനും, പിന്നെ ഈ ഡ്രഗ്, അതുപോലെ തന്നെ ആൽക്കഹോൾ, മദ്യം, ഇതിനൊക്കെ ലഹരി മരുന്ന്, ഇതിനൊക്കെ എതിരായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. ഇയാൾ വളരെ നല്ലൊരു മനുഷ്യനായി, നല്ല എഴുത്തുകാരനായി. അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ എഴുതി കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. അതാ ഞാൻ പറയാം, ഇറ്റ്സ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റി, ഇസന്റ് ഇറ്റ്? യെസ്. ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, കുറ്റം ചെയ്യുക അല്ലെങ്കിൽ തെറ്റ് ചെയ്യുക എന്നുള്ളത് മനുഷ്യ സ്വഭാവം. എന്നുവെച്ച് ചെയ്യണമെന്നല്ല, ദാറ്റ്സ് നോട്ട് വാട്ട് ഐ ആം സേയിങ്. ബട്ട് വൺസ് യു ഡു ഇറ്റ്, ഇറ്റ് സോ ഹാപ്പൻ, then you should feel sorry for it and change.
കൺവേർഷൻ എന്ന് വെച്ചാൽ ചേഞ്ച് ഉണ്ടാകും. അങ്ങനെ ചേഞ്ച് ഉണ്ടായ ഒരു വ്യക്തിയാണ് പി.ടി. തോമസ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രത്യേക താല്പര്യമുള്ളൊരു ഓഥറാണ്. രസകരമായൊരു ഷോർട്ട് സ്റ്റോറി, ഒരു ചെറുകഥയാണ് അദ്ദേഹം ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ചെറുകഥ എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടുകാർ ആദ്യ കൂട്ടുകാരുടെ പേരാണ് ഇവിടെ കൂട്ടുകാരുടെ പേര് അന്റോണിയോ ആൻഡ് ഫെലിക്സ്. അന്റോണിയോ ആൻഡ് ഫെലിക്സ് കുറച്ച് അല്പം കഥ മുന്നോട്ട് പോകുമ്പോൾ അന്റോണിയോ എന്ന് കാണിയല്ല, ടോണി എന്നായിരിക്കും വിളിക്കുന്നത്. സ്നേഹത്തോടുകൂടി, സ്നേഹം വല്ലാതെ കൂടുമ്പോൾ പേര് കുഞ്ഞായി പോയി എന്നുള്ളത് തന്നെ. സോ അതുകൊണ്ട് നമ്മളിപ്പോൾ കുട്ടപ്പൻ എന്നാണെങ്കിൽ അപ്പടി സ്നേഹം വരുമ്പോൾ കുട്ടൂന്ന് വിളിക്കില്ലേ, അതുപോലെ ആന്റണിയെ ടോണി എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ വിചാരിക്കുന്നത് വേറെ ഒരു മനുഷ്യനവിടെ വന്നെന്ന്, അങ്ങനെയല്ല. അന്റോണിയോ ക്രസ് എന്നാണ് ഫുൾ നെയിം, CRUZ, അന്റോണിയോ ക്രസ് ആൻഡ് ഫെലിക്സ് വർഗാസ് അങ്ങനെയാണ് ഫുൾ നെയിം. ഇപ്പം അന്റോണിയോ ഫെലിക്സ് വർഗാസ്. അത് ലോട്ട് ഓഫ് തിങ്സ് കോമൺ ബിറ്റ്വീൻ ദം. ബോത്ത് ആർ 17 years old. രണ്ടുപേർക്കും 17 വയസ്സാണ്. They are very close friends. They are like brothers. They knew from childhood. കൊച്ചു നാൾ മുതൽ നമുക്ക് നിക്കർ എന്ന പറയാം, അപ്പം മുതലേ ഇവർക്ക് അങ്ങോട്ടും അറിയാം. They lived in the same building. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഫ്ലാറ്റ് ആയിരിക്കും ഒരു വശത്ത് ഇത്. They grew in the same place, same building, same place. അങ്ങനെ ആയിരിക്കണം. പ്ലേസിൻ്റെ സ്ഥലത്തിൻ്റെ പേരാണ് ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാറ്റൻ. മാൻഹാറ്റൻ എന്ന് പറയുന്ന സ്ഥലത്ത് ലോവർ ഈസ്റ്റ് സൈഡ്, നമ്മളിപ്പം പറയുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത്. ഇവർ രണ്ടുപേരും ഇവരുടെ ലൈക്കിങ്സ്, ഇവർക്ക് രണ്ടുപേർക്കും ഒറ്റ ആഗ്രഹമുണ്ട്, ഭയങ്കര അംബിഷൻ. ബോത്ത് ഓഫ് ദം ജസ്റ്റ് സെയിം അംബിഷൻ. എന്താണെന്ന് അറിയാം? ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ്, ബോക്സിംഗ് എന്ന് പറഞ്ഞിട്ടില്ല, ബോക്സിംഗ് ബ്രൂസ്ലിയുടെ ബോക്സിംഗ് കണ്ടിട്ടില്ല. ഇപ്പം ടൈസൺ എന്നൊക്കെ കേട്ടിട്ടില്ല, അങ്ങനത്തെ വലിയൊരു ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യനാണ്. ലൈറ്റ് വെയ്റ്റും ഹെവി വെയ്റ്റും ഒക്കെയാണ്, മിഡിൽ വെയ്റ്റ് ഉണ്ട്. ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 133-134 134 പൗണ്ട് വെയിറ്റ് ഉള്ള ആളുകൾ തമ്മിലുള്ള ഇടി, ഇതാണ് ലൈറ്റ് വെയ്റ്റ്. ഹെവി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 201, അതായത് 99 കിലോ ഒക്കെ വരും. അത്രയും ഭാരമുള്ള ആളുകൾ തങ്ങളിൽ ഇടിക്കുന്നതിനാണ് ഹെവി വെയ്റ്റ് എന്ന് പറയുന്നത്. ഇത് ലൈറ്റ് വെയ്റ്റ് 17 വയസ്സല്ലേ ഉള്ളൂ. 133 പൗണ്ട് എന്ന് പറയുമ്പോൾ നല്ലൊരു വെയിറ്റ് ആണ്. തങ്ങളുടെ ഇവർ രണ്ടുപേരും ഒരേ ഒരു ഡ്രീം, എന്താണ് സ്വപ്നം, അംബിഷൻ, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദി വേൾഡ്. ഇതിനു വേണ്ടി ഇവരെന്നും പ്രാക്ടീസ് ചെയ്യും, വർക്കൗട്ട് ചെയ്യും. ഇവർക്ക് അതുപോലെ തന്നെ ഒരേ അംബിഷൻ, ഒരു സ്ഥലത്ത് താമസിക്കുന്നു, ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നു, പിന്നെ ഒരേ രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നു, ഒരേ സ്ഥലത്ത് വർക്കൗട്ട് ചെയ്യുന്നു. ബോയ്സ് ക്ലബിലും ജിമ്മിലും. They go to boys club and boys club, ക്ലബിൻ്റെ പേരാണ് ബോയ്സ് ക്ലബ്. അല്ലെങ്കിൽ ഒരു ജിം, തൊട്ടടുത്തൊരു ജിം ഉണ്ട്, അവിടെ പോകും, ജിംനാസ്റ്റിക്സ്. എവറി മോർണിംഗ് യു ക്യാൻ സീ ദം റണ്ണിങ് ടുഗദർ, running, practicing together. Boys club, they go together. Gym, they go together. Then running, they do same together. Along the East River Drive. അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, വിചാരിച്ചാൽ മതി, ഈസ്റ്റ് റിവർ ഡ്രൈവ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരേ കളക്ഷൻസ് ഉണ്ട്, കുറേ മാഗസിൻസ് രണ്ടുപേർക്കുണ്ട്. ഒരു സ്ക്രാപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പലവയെന്ന് പറയില്ലേ, ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ട്. അത് നിറച്ചിങ്ങനെ കീറി ടിക്കറ്റ് ഒട്ടിച്ച് വെച്ചിരിക്കുക. ടിക്കറ്റ് എന്ന് പറയുന്നത് അവർ കാണാൻ പോയ ബോക്സിംഗ് മാച്ചിൻ്റെ ടിക്കറ്റ്, പൈസ കൊടുത്ത് ടിക്കറ്റ് വാങ്ങിക്കുമല്ലോ. എന്നിട്ട് ആ ടിക്കറ്റ് കൊണ്ട് ചിലരില്ലേ KSRTC ബസ് യാത്ര ചെയ്യുന്നവർ ടിക്കറ്റ് മുഴുവൻ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഓരോരുത്തരുടെ ഹോബി. ചിലർ സ്റ്റാമ്പ് കളക്ട് ചെയ്യില്ല, അതുപോലെ. ഇപ്പം ഇവരുടെ കുറച്ച് ടോൺ ടിക്കറ്റ്സ് ഒക്കെ ഉണ്ട്, കീറിയ ടിക്കറ്റ്, അതെല്ലാം ഇതിനകത്ത് ഒട്ടിച്ചു വെക്കും. പിന്നെ അവരുടേതായ കുറച്ച് ക്ലിപ്പിങ്സ് ഉണ്ട്, അവരുടെ തന്നെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് സെയിം, രണ്ടുപേർക്കും ഒരേ ഇത്. ഇവർക്ക് രണ്ടുപേരും എന്നാന്ന് വെച്ചാൽ ഒരു സംഭവം ഉണ്ടായി. ഇവർ ഇങ്ങനെ
ചെറിയ ചെറിയ മാച്ചിൽ കൂടെയൊക്കെ നമ്മൾ പറയല്ലേ ഹീറ്റ്സ് എന്നൊക്കെ പറയല്ലേ ഹീറ്റ്സ് ആദ്യത്തെ ഓട്ടം, ആദ്യത്തെ മത്സരം, അത് കഴിഞ്ഞ് പിന്നെ ആദ്യം സെലക്ഷൻ കിട്ടും, പിന്നെ സെമി ഫൈനലായി, ഫൈനലായി, ഇങ്ങനെ. അതുപോലെ ഇങ്ങനെ ബോക്സിങ് നടത്തി ബോക്സിംഗ് ആണ് ഇവിടുത്തെ വിഷയം. ബോക്സിംഗ് നടത്തി ഇവർ രണ്ടുപേരും ഡിവിഷൻ ഫൈനൽസിന് ക്വാളിഫൈ ചെയ്തു. ഡിവിഷൻ ഫൈനൽസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജാണ്. രണ്ടുപേരും ക്വാളിഫൈ ചെയ്തു. അത് വേറൊരു കാര്യം അറിയേണ്ടത്, ഈ അന്റോണിയോ എന്ന് പറയുന്ന ആള്, ഞാൻ അദ്ദേഹത്തെ പറ്റി ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫെയർ ആണ്, ലീനാണ്, ലാങ്കിയാണ്, ലോങ് ഹെയർ ആണ്, ഫോളിങ് ഓവർ ഹിസ് ഐസ്. അന്റോണിയോയുടേതാണ്, കുറച്ച് പൊക്കമുണ്ട്, മെലിഞ്ഞാണ്, പക്ഷെ വെളുത്ത നിറമാണ്, ഫെയർ ആണ്. തലമുടി എപ്പോഴും ഇങ്ങനെ താഴോട്ട് വീണ് കിടക്കും. അതിങ്ങനെ ചിലരുടെ സ്റ്റൈലിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇങ്ങനെ കുറെ തലമുടി ഒരു വശത്തോട്ട് ഇങ്ങനെ വീഴും, ഇങ്ങനെ വെക്കുക. അതൊരു സ്റ്റൈലാണ്, ആണത് വെക്കുക. വെപ്പൻ അന്റോണിയോ അങ്ങനെയാണ്. ലോങ് ലാങ്കി സ്റ്റോൾ, അങ്ങനെ ഒരാൾ. ഫെലിക്സ് എന്ന് വെച്ചാൽ ഷോർട്ടാണ്, തലമുടി എല്ലാം ഇങ്ങനെ ആഫ്രോ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, നീഗ്രോയുടെ ഒക്കെ തലമുടി ഇരിക്കുന്നത്, അതിങ്ങനെ ചുരുണ്ടി ഇങ്ങനെ ഒട്ടിപ്പിടിച്ച്. ആഫ്രോ സ്റ്റൈലാണ്, ഡാർക്കാണ്, ഷോർട്ടാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഇങ്ങനെ എല്ലാ ദിവസവും ഒന്നിച്ച് പോകും, എവറിത്തിങ് ടുഗദർ. അങ്ങനെ ഭയങ്കര ഒരൊറ്റ, നമ്മളിങ്ങനെ പറയരുത്, നിങ്ങൾ ഈ പാട്ട് കേട്ടില്ലേ, ഇരുമയ്യാണെങ്കിലും നമ്മൾ ഒറ്റക്കരളല്ലേ, നീ എൻ്റെ ജീവനല്ലേ, അങ്ങനെയാ തോന്നുന്നു. അല്ല, അതിനങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. സോറി, ഞാൻ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, കാര്യം മനസ്സിലായി. അപ്പം they are so close friends. One, you can say that they are like two sides of a coin. ഒരു കോയിൻ എടുത്താൽ രണ്ട് വശമുണ്ടല്ലോ, അതുപോലെ അവരങ്ങനെ ക്ലോസ് ആയി. രണ്ടുപേരും ക്വാളിഫൈ ചെയ്തു. രണ്ടുപേർക്കും ഒരു ആംബിഷൻ, ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് ചെല്ലാനുള്ള ഒരു സെലക്ഷനാണ് ഡിവിഷൻ ഫൈനൽ. 7th August അന്നത്തെ ഒരു ഡേറ്റ്, 7th August. അപ്പം എന്താ പറ്റി, ഇറ്റ് ഈസ് ഗോയിങ് ടു, ദാറ്റ് ഈസ് ദ വിന്നർ വിൽ റെപ്രസെന്റ് ദ ബോയ്സ് ക്ലബ് ഇൻ ദ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ്. ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ്, സെലക്ഷൻ ഫോർ ദ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പ്. അതാണ് ഇപ്പോഴത്തെ നമ്മൾ കാണാൻ പോകുന്ന ഈ മത്സരം. ഈ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ബോയ്സ് ക്ലബിൽ നിന്ന് ഒരാളെ അയക്കണം. ഇവർ രണ്ടുപേരും തുല്യമായിട്ടും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇവരിൽ ഒരാളെ അയക്കാൻ പറ്റുള്ളൂ, ഒരാൾക്ക് ചാൻസ് ഉള്ളൂ. only one person has the chance. ഇപ്പം ഇവർ രണ്ടുപേരും ഇങ്ങനെ ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ ഒരാൾ തോക്കണം, അല്ലാതെ രക്ഷയില്ല. ആ ഒരു സിറ്റുവേഷനാണ്, വല്ലാത്ത കണ്ടീഷനല്ലേ അത്. സോ ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് they want Felix wants Antonio to win and Antonio wants Felix to win. But at the same time, they cannot simply say, okay, you go now. You have to fight it out. And both these people were known in that locality and respected also. ഇവർ രണ്ടുപേരും അറിയപ്പെടുന്ന ബോക്സേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും എല്ലാവർക്കും ഇവരെ ഇഷ്ടമായിരുന്നു. അപ്പം ഇവരെല്ലാം ആൾക്കാർ ഇത് അറിഞ്ഞു. അതായത് ഡിവിഷൻ ഫൈനൽസ് വരാൻ പോകുന്നു. അത് 7th August ആണ്. അന്ന് ഇവർ രണ്ടുമാണ് ഏറ്റുമുട്ടുന്നത്. ഇതിൽ ഒരാൾ ജയിക്കും, ആളെ ഗോൾഡൻ ഗ്ലോവ്സ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി അയക്കും. ഇത്രയും സംഭവമായി. ഒരു and they are together they are practicing, going to boys club, going to gym, every morning they are running, lots of things they are doing. കഴിയുമ്പം ഈ മത്സരത്തിന് ഒരു ലെസ് ദാൻ എ വീക്ക് ബിഫോർ ആണ്. ലെസ് ദാൻ എ വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് 7 ദിവസമുണ്ട്, ഒരു 6 ദിവസമുള്ളപ്പോൾ ഇപ്പം രണ്ടുപേരും കൂടി ഇങ്ങനെ പോവാണ്. അപ്പോഴേക്കും ഫെലിക്സ് പറയും, ടോണി നമ്മൾ ശരിക്കും വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ പോലെ രണ്ടുപേരും. അപ്പം നമ്മൾ അന്ന് മാറി താമസിക്കാം. കാരണം എന്നാണെന്നറിയാം, അപ്പം ഇപ്പം നാളെയാണ് യുദ്ധം എന്നിരിക്കട്ടെ, ബോക്സിംഗ് മാച്ച്. യുദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ബോക്സിംഗ് മാച്ചാണ്, യുദ്ധമല്ല. അപ്പം ബോക്സിംഗ് മാച്ച് നാളെയാണെങ്കിലേ തലേദിവസം വരെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് നടന്നേച്ച് നമ്മൾ നാളെ എങ്ങനെ ഇടി കൊടുത്തു. അതുകൊണ്ട് നമുക്ക് ഒന്ന് മാറി നമ്മുടെ ഫേസൊക്കെ ഒന്ന് മറന്നു പോട്ടെ. Tony said, okay. Felix said, I am going to want Lucy's. പുള്ളി ഒരു
കുഞ്ഞമ്മയുണ്ടാകും, ഓൺ ലൂസി താമസിക്കുന്നത് ബ്രോങ്ക്സ് എന്ന സ്ഥലത്താണ്. So she said, I'm going to own Lucy's in Bronx. And he said, and Antonio said, okay, let's do like that, because we have to get ready now. Your mind is psyching his mind now. P.D. Thomas, psyching മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യണ്ടേ, ഒന്ന് ഒതുക്കിയെടുക്കണ്ടേ. അതായത് ഇന്നലെ വരെ നാളെ ബോക്സിംഗ് ആണെങ്കിൽ ഇന്നും വൈകുന്നേരം ഒന്നിച്ച് പോയി ബോയ്സ് ക്ലബ്ബിൽ പോയി ജിമ്മിൽ പോയി ഓടാൻ പോയിട്ട് നാളെ രാവിലെ എങ്ങനെ ഇടി വിടുന്നു. വെറുതെ ഫെലിക്സ് പറയും നമുക്കൊന്ന് മാറി താമസിക്കാം, നമുക്കൊന്ന് മറന്നു പോകാൻ ശ്രമിക്കാൻ പറയും. അപ്പം ടോണി സെഡ് ഓക്കെ കളിക്കാൻ തോന്നുന്നു. രണ്ടുപേരും ഇങ്ങനെ കൈ തുറന്നിട്ട് ഇങ്ങനെ വെച്ചു, എന്നുവെച്ചാൽ ഡീൽ സമ്മതിച്ചു. ഇങ്ങനെ നമ്മൾ പറയാം ഡീൽ വേണ്ടല്ലേ. ഓരോ മാച്ചൊക്കെ കളിക്കുമ്പോഴത്തേക്കും ഒരേ ടീമിലുള്ളവരൊന്നും ഇങ്ങനെ വെക്കുന്നുണ്ടല്ലേ, അതുപോലെ ഡീൽ വെച്ചു. ആൻഡ് ഓക്കെ അതിന് മുമ്പ് അവർ രണ്ടുപേരും ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവർ പിരിഞ്ഞു. ഫോർ സൈക്കിങ് ദെയർ മൈൻഡ് എന്നാണ്, മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തുക, സൈക്കിങ് ദെയർ മൈൻഡ്. അന്നേരം രണ്ടുപേരും പിരിഞ്ഞു. രണ്ട് സ്ഥലത്ത് പ്രാക്ടീസായി, അങ്ങനെയായി. അപ്പോൾ അവരെന്നാ ചെയ്യുന്നത്, Felix was thinking how to win this match without hurting Tony. And Tony was thinking how to win this match without hurting Felix. രണ്ടുപേരും ഇങ്ങനെ ഓർത്തു, ചെല്ലുമ്പോഴൊരു ഇടി കൊടുത്ത് മറിഞ്ഞു പോകണം, പിന്നെ ഒന്നും ചെയ്യണ്ടല്ലോ. അത് ഇടിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ ബാലേറ്റിനൊക്കെ പറയാം, ഇങ്ങനെ അടിയിൽ കുത്തുന്നു, സൈഡിൽ കുത്തുന്നു, തലയുടെ പുറകിലോട്ട് ഇടിക്കുന്നു, ചെവിക്കിടിക്കുന്നു, അല്ലേ, കണ്ടിട്ടില്ലേ, വയറിട്ടിടിക്കുന്നു, ഇങ്ങനെ എന്തെല്ലാം തായപ്പോൾ ഇടി. ഇതിനൊക്കെ ഓരോ പേരുണ്ട്. അപ്പം അത് നമുക്ക് പിന്നെ പറയാം. പേര് പറഞ്ഞു ശരി. രണ്ടുപേരും ഇങ്ങനെ ഓർത്ത് ഫെലിക്സിന് ഈ മനസ്സ് ആ പാടെ വലിയ വിഷമായി. പുള്ളി എന്നാ വെച്ചാൽ ഒരു സിനിമ ഉണ്ടല്ലേ, ഓൺ ലൂസിയുടെ വീട്ടിലാണ് പോയി. ഓൺ ലൂസി ഒരു സിനിമ എടുത്തിട്ട് കാസറ്റ് അങ്ങനത്തെ ഉള്ളതായിരിക്കും. ഇപ്പം ആ സിനിമയുടെ പേര് ദ ചാമ്പ്യൻ. അതിനകത്ത് മെയിൻ ക്യാരക്ടറായിരുന്ന കിഡ് ഡഗ്ലാസ് എന്ന് പറയുന്ന ഒരു ചാമ്പ്യൻ തന്നെയാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ചാമ്പ്യനെ അവൻ്റെ ഒപ്പോണൻറ്റ് എതിരാളി അടിച്ച് നേരത്തിരുന്നാണ് കാണുന്നത്. ചാമ്പ്യൻ വാസ് ഗെറ്റിംഗ് ബീറ്റൺ. പെട്ടെന്ന് ഇങ്ങനെ ഇതുപോലെ ആയിരിക്കുമല്ലോ ഞാൻ നാളെ അന്റോണിയോയെ ഇടിച്ചിടുന്നതെന്ന് വിചാരിച്ചു. പുള്ളിക്ക് മനസ്സമാധാനപ്പെട്ടു. പുള്ളി ഇറങ്ങി നടക്കാൻ പോയി. നമുക്ക് മനസ്സമാധാനമൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പം നടക്കാൻ പോകുന്നത് നല്ലതെന്നുള്ളത് എനിക്കറിയത്തില്ല നേരാണെന്ന്. നടക്കാൻ പോയി തിരിച്ചു വന്നിട്ട് നോട്ട് റിലാക്സ്ഡ്. അപ്പം അവിടെ ഇങ്ങനെ ഒരു ടെൻഷൻ നിൽക്കുകയാണ്. അന്റോണിയോ എന്ന് വിചാരിച്ചു. അന്റോണിയോക്ക് ഇതേ പ്രശ്നം, ഹെവി ടൈം തുടങ്ങി, ഭയങ്കര പാടാ, സമയം തള്ളി നിൽക്കുന്നത്. അന്നേരം ഹീ തോട്ട് ലൈക്ക് ദിസ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ബോക്സിംഗ് മാച്ച്. I shouldn't worry about friendship. It's a profession. ഇപ്പം രണ്ട് കൂട്ടുകാർ ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൽ ടീച്ചേഴ്സാണെന്ന് വിചാരിച്ചിട്ട് അവർ ടീച്ചർ ഒരാൾക്ക് വേണ്ടിയിട്ട് മറ്റേ മാറിക്കൊടുക്കൊന്നും വേണ്ടല്ലോ. പക്ഷേ രണ്ടുപേരും പഠിപ്പിക്കും. ഒരാൾ ചിലപ്പോൾ പോപ്പുലർ ആയിരിക്കും, മറ്റേ ആൾ അൺപോപ്പുലർ ആയിരിക്കും. അത് നമ്മുടെ ഇഷ്യൂ. പ്രൊഫഷനായിട്ട് അത് കണക്കാക്കുക. അപ്പം അന്റോണി വിചാരിച്ചു ദ പ്രൊഫഷൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഹിയർ. സി, എന്നിട്ട് അവൻ എന്നാ ചെയ്തു, അവന് പറഞ്ഞത് രക്ഷയില്ല, മറ്റൊന്ന് നടക്കാൻ പോയി. ഇവൻ ഡാൻസിൻ്റെ സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നു. ചുമ്മാ താമസിക്കുന്നെങ്കിലൊക്കെ നമ്മൾ പോകത്തില്ല. അതുപോലെ ഒന്ന് ഡാൻസൊക്കെ ചെയ്ത് നോക്കി. പക്ഷെ രക്ഷയില്ല, മനസ്സെല്ലാവരും സമയമായി. 7th ഓഗസ്റ്റ് തലേ ദിവസം തന്നെ ഈ സംഭവം നടക്കുന്നത് ടോംകിൻസ് സ്ക്വയർ പാർക്കിലാണ്. ടോംകിൻസ് സ്ക്വയർ പാർക്ക് എഴുതിയിട്ടില്ലേ, ക്ലബ് ജിം, ഹൗ ടു വിൻ സർപ്രൈസ് സൈക്ലിംഗ് മൈ Tompkins practice in the same club. The place where it is going to, the boxing championship is going to be held is Tompkins Square Park. Tompkins Square Park. ഈ സ്ഥലത്ത് വെച്ചാണ് നടത്തുന്നത്, ഈ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ഇപ്പം
2-3 ദിവസം മുമ്പ് തന്നെ വലിയ പോസ്റ്ററൊക്കെ വെച്ച് ഇവരുടെ പടമൊക്കെ ആയിട്ട് അങ്ങനെയാണല്ലോ അല്ലേ, ഒരു ഗുസ്തി നടക്കാം. ഗുസ്തി അല്ല, ബോക്സിങ്, ഇടി മത്സരം. അപ്പം വലിയ ഇതെല്ലാം ഇവിടെ പടമൊക്കെ വെച്ച് ആൾക്കാരെല്ലാം ഭയങ്കര ആവേശമായിട്ട് നാളെ ഈ കൂട്ടുകാർ എന്നായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള വിചാരിച്ച് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ടിക്കറ്റ് എല്ലാം നേരത്തെ എല്ലാവരും വാങ്ങിച്ച് സംഭവം നിറഞ്ഞു. ഈ ടോം പാർക്ക് നിറഞ്ഞു. അതിൻ്റെ മധ്യത്തിലായിട്ട് റിങ് എന്നല്ലേ പറയുന്നത്, റിങ് പറഞ്ഞാൽ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം, 4 വരി കയറ് കെട്ടിയിരിക്കും. കയറെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ചിലപ്പോൾ അത് ഒരു പ്രത്യേകതരം ഇതാണ്. ഇത് കുറച്ച് വണ്ണമൊക്കെ ഉള്ള നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും ബോക്സിങ് റിങ്. അതിൻ്റെ ചുറ്റിലും 4 വരി കയറ് പോലത്തെ സാധനം, സോഫ്റ്റ് ആയിരിക്കും. കാരണം അതിലേക്ക് ഇടിച്ചിടും, അപ്പോഴത്തേക്ക് അവരിങ്ങനെ ഇത് കാണാം. അപ്പം വളരെ സോഫ്റ്റായിട്ട് കയറ് പോലത്തെ മെറ്റീരിയൽ ഇങ്ങനെ 4 വരി കെട്ടിയിരിക്കും. അപ്പം റിങ് അതൊക്കെ റെഡിയാക്കി ആൾക്കാരെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതാ വരുന്നു 2 പേരും. ഇവർ വരുന്നത് ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണാം, ഞങ്ങളുടെയൊക്കെ ഏരിയയിൽ ഗുസ്തിക്കാരുണ്ട്. ഗുസ്തി എന്ന് പറയും, ഇങ്ങനെ പിടുത്ത് കൈകൊണ്ടൊക്കെ പിടിക്കും. അപ്പം ഈ ഗുസ്തിക്കാർ വരുന്നത് അവരുടെ കുറച്ച് ആളുകൾ അവരുടെ കൂടെ കാണും, ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ. ഗുസ്തിക്കാരൻ ഇങ്ങനെ വരുമ്പോഴത്തേക്കും കുറേ ബാക്കിയുള്ളവർ അവൻ്റെ കുറേ നമ്മൾ പറയുന്നത് സേവിക്കുന്നവരെന്നൊക്കെ പറയുന്നത് അവരിങ്ങനെ. ഇപ്പം 2 പേരും ഇങ്ങനെ ഒരേ വശത്തുനിന്ന് വന്നു, റഫറി വന്നു. The boxing match is going to begin. Whistle and then everything is ready. ഇരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നു, പോകുന്നു. കാരണം ഇറ്റ്സ് ഗോയിങ്. പെട്ടെന്ന് ശാന്തമായിക്കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ വിടിവിക്കുന്നുണ്ട്. ഇവർ തുടങ്ങുന്ന എങ്ങനെയാണ്, ഗ്ലൗസ് വെച്ച് ഇങ്ങനെ കിടിക്കും, ഇങ്ങനെ കിടിക്കും. ഗ്ലൗസ് ഒക്കെ ഇട്ടാണ്, അല്ലെങ്കിൽ കൈയും കാലൊക്കെ ഒടിഞ്ഞു പോയതുണ്ട്. കാലല്ല കൈ ഒടിക്കും, വിരളൊക്കെ ഒടിയായിരിക്കും ഗ്ലൗസ്. ക്രിക്കറ്റ് പ്രൈസ് ഗ്ലൗസ് ഇടുന്നതാണത്തില്ല, അതുപോലെ. എന്നിട്ട് ഗ്ലൗസ് എങ്ങനെ വിട്ടാൽ തിരിയും. പിന്നെ അവരിങ്ങനെ ഓരോരോ മൂവ്മെൻ്റൊക്കെയാണ്. അപ്പം അവരെ വിട്ടു. അതിന് മുമ്പ് ടെസ്റ്റിംഗ് ഉണ്ട്, വല്ല ഇത് മുറിവുള്ള സാധനം, കത്തിയോ അല്ലെങ്കിൽ ചെറിയ ബ്ലേഡൊക്കെ ദേഹത്തുണ്ടെന്നൊക്കെ ഇങ്ങനെയൊക്കെ തപ്പിയൊക്കെ നോക്കും. ഇങ്ങനെ വെക്കും, വാ വിളിക്കാം. വായിക്കാത്തവരെ ഇത് കാണും, കാരണം ഇവർ കിടന്ന് ഉരുട്ടി പിടിക്കുമ്പോൾ വായിക്കാത്ത കത്തി വെച്ച് കടിച്ചാൽ മറ്റൊരു ഇതല്ലേ. അപ്പോൾ അത് അങ്ങനെ വരാതിരിക്കാനായിട്ട് അതൊക്കെ ചെയ്യും. എല്ലാം നോക്കി, വായെല്ലാം നോക്കി. ഓക്കെ, സ്റ്റാർട്ട്. തുടങ്ങി. ടോംകിൻസ് സ്ക്വയർ പാർക്ക് വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിന് ഈ ബോക്സിങ്ങിന് എന്നാ പറയുന്നത്, ഒരു പർട്ടിക്കുലർ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും നിർത്തും. നമ്മൾ പറയില്ലേ, നമ്മൾ ഈ ഇൻ്റർവെൽ അല്ലെങ്കിൽ ബ്രേക്ക് എന്ന് പറയുന്നത്, ബാസ്കറ്റ് ബോളിനൊക്കെ പറയാമല്ലോ ബ്രേക്ക്, ടൈം ഔട്ട് എന്നൊക്കെ പറയുന്നത്, അതുപോലെ ഒരു കുറച്ച് നമ്പർ ഓഫ് ഇടി കഴിയുമ്പോൾ 2 പേരും വേർതിരിക്കും. അങ്ങനെ 3 പ്രാവശ്യം. ഇതിനെ പറയുന്നതാണ് റൗണ്ട് എന്നാണ് പറയുന്നത്. റൗണ്ട്, ROUND, റൗണ്ട്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്. ഇതിനിടയ്ക്ക് ഇവര് പിടിച്ചിരുത്തും. ദേഹത്തെല്ലാം ഈ തണുത്ത വെള്ളമൊക്കെ എടുത്ത് വെക്കും. തണുത്ത തുണി അല്ലെങ്കിൽ സ്പഞ്ച് കൊണ്ട് ഇങ്ങനെ വെക്കും. ചിലരെല്ലാം തിരുമും. നിങ്ങളെ ഒരു ബോക്സിംഗ് മാച്ച് ഇഷ്ടം പോലെ ഈ യൂട്യൂബിൽ കിടപ്പുണ്ട്. ജസ്റ്റ് ഒരെണ്ണം എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ലെസൺ നല്ല സുന്ദരമായിട്ട് മനസ്സിലാക്കും. ജസ്റ്റ് ഒന്ന് നോക്കാവോ, നിങ്ങളുടെ സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. എന്നിട്ട് റൗണ്ട് 3 ഇതായി. ഇടി എന്ന് പറയാൻ സൂപ്പർ ഇടി. അതായത് ഞാൻ പറയില്ല എന്തെല്ലാം തരത്തിൽ ഇടിക്കാം. അങ്ങനെ ഇടിക്കാം, സൈഡിൽ കൂടെ എടുക്കാം, നേരെ ഇടിക്കാം, ഇങ്ങനെ ഇടത്തേക്ക് കൊണ്ട് ഇടിക്കാം, അത് പിടിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. മലത്തി അടിച്ചിട്ട് മുകളിൽ കയറിയിരിക്കാം, അത് മലത്താൻ നോക്കാം. ഇങ്ങനെയൊക്കെ ഒത്തിരി പരിപാടിയാണ്. കാലുകൊണ്ട് ഇങ്ങനെ തട്ടാം. എൻ്റെ കാല് തട്ടുന്ന കാണത്തില്ലായിരിക്കും. അത് നിങ്ങൾ അങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി, ഭാവനയായിട്ടാണ്. കാല് ഇങ്ങനെയൊക്കെ പല പണി ചെയ്യാം. ബ്രൂസ്ലിയുടെ ഒത്തിരി സീരീസ് ഉണ്ട്, നമ്മൾ ജസ്റ്റ് വരണമെന്ന് കാണുന്നല്ലോ. ഇത് പഠിക്കാൻ വേണ്ടി, പരിപാടി നടത്താനല്ല, പഠിക്കാൻ. ഇപ്പോൾ തേർഡ് റൗണ്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഇത് ഒരാൾക്കല്ലേ ജയിക്കാനൊക്കെ ബഹളം വെക്കും.
ശരിക്കും ഇടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മരണ ഇടി എന്നൊക്കെ പറയില്ലേ. ആൾക്കാർ വിചാരിച്ചു അയ്യോ is it a boxing match or a match to die, to kill somebody? ഇത്രയും ഫ്രണ്ട്സ് ആയിട്ട് ഇത് ഒരു ഇടി ഇടിച്ചാൽ വെറുതെ മരിച്ചു പോകല്ലോ. അയ്യോ ഇതിനെ കൊല്ലാൻ പോവാണെന്ന് വിചാരിച്ചു. എന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു സെക്കൻഡ് ആൾക്കാരിങ്ങനെ വിചാരിച്ചു is it a death or boxing എന്നവരിങ്ങനെ ചിന്തിച്ചു. എന്ന് വിചാരിച്ചുകൊണ്ടേക്കും രണ്ടുപേരും കൂടെ എംബ്രേസ് ചെയ്തു, കെട്ടിപ്പിടിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ അവർ റിസൾട്ടിനൊന്നും നിന്നില്ല. അവർ കൈ ഓർത്ത് പിടിച്ച് നടന്നുപോയി. കൈ ഓർത്ത് പിടിച്ച് അങ്ങ് നടന്നുപോയി. സി ഇപ്പം റഫറി ഇത് കാണുന്നില്ല. റഫറി എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കുന്നു, ആളെ കാണുന്നില്ല. റഫറി സാധാരണ ഇങ്ങനെ രണ്ടുപേരും ജയിക്കുന്ന ആളുടെ കൈ പിടിച്ചിങ്ങനെ നോക്കും. ദ വിന്നർ ഈസ് എന്ന് പറഞ്ഞുണ്ട്, അതൊക്കെ അതിനകത്ത് കാണാം. വിന്നർ ഈസ് അപ്പം ദ വിന്നർ ഈസ് എന്ന് പറഞ്ഞ് നോക്കിയപ്പം ആരുമില്ല, റഫർ മാത്രമേ ഉള്ളൂ. റഫറി കൈ നോക്കിയിട്ടാണ് ഇങ്ങനെ അവർ നടന്നുപോയി. ദാറ്റ് ഈസ് അമിഗോ ബ്രദേഴ്സ്. That means they considered their friendship much higher than winning or losing the match, boxing match. Both of them had the same ambition. What was the ambition? The lightweight champions of the world. And this is the division finals. Only one can win. But in the summers, രണ്ടുപേരും ജയിച്ചു. They thought our friendship is more valuable than a championship. So the comparison is whether you should go for your championship or whether you should continue with your harmonious relationship, heights of harmony. Championship വേണോ ഫ്രണ്ട്ഷിപ്പ് വേണോ? അവർ ഫ്രണ്ട്ഷിപ്പ് ഓപ്റ്റ് ചെയ്തു. രണ്ടുപേരും ഇട്ടേച്ച് സ്ഥലം വിട്ടു. ഇതാണ് അമിഗോ ബ്രദേഴ്സ്. ഇതിൻ്റെ ഒത്തിരി ഡീറ്റെയിൽസ് ഒക്കെ കാരണം നമുക്ക് ടെക്സ്റ്റ് വായിക്കാം, നമുക്ക് പുതിയ വാക്കുകൾ പഠിക്കാം, പുതിയ ബോക്സിംഗ് സംബന്ധമായ വാക്കുകൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇങ്ങനെ കൊണ്ട് ഇടിക്കുക, ഇങ്ങനെ ഇതിനൊക്കെ ഓരോ പേരുണ്ട്, മനസ്സിലായി? അതൊക്കെ നമുക്ക് നാളെ, അതിനു മുമ്പ് നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ ഒരു 5 minutes ഒന്ന് യൂട്യൂബ് തുറന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ കാണുമല്ലോ ബോക്സിങ്ങിൻ്റെ ഒരു ബോക്സിങ് മാച്ചിൻ്റെ ഒരു തുടക്കം, ഒരു റൗണ്ട് മതി. അപ്പം നിങ്ങൾക്ക് അറിയാം അതിൻ്റെ രീതികൾ. റിങ് എന്നാണ് ചുറ്റിൽ കെട്ടിയിരിക്കുന്ന 4 വരിയിൽ ഉള്ള കെട്ടിയിരിക്കുന്നത് എന്താണ്, അതിൻ്റെ ഉപയോഗം എന്താണ്. അതുപോലെ തന്നെ 4 പോൾസ് ഉണ്ട്. 4 പോൾ മീൻസ് 4 കാലുകൾ. അതെല്ലാം ഇങ്ങനെ വരിഞ്ഞു വെക്കുന്നത്. പ്ലാറ്റ്ഫോം ഇങ്ങനെ പൊങ്ങിയിരിക്കും. ഇത് ഈ സംഭവം നടക്കുന്ന, ഇടി നടക്കുന്ന അല്ലെ ബോക്സിങ് നടക്കുന്ന ആ സ്ഥലത്തിൻ്റെ പേരാണ് റിങ് എന്ന് പറയുന്നത്. റിങ് RING. ഇപ്പോൾ ഓരോ ഇതിനും വിളിക്കുന്ന ഒരു കുറച്ച് കഴിയുമ്പം നിർത്തും. ആ നിർത്തുന്നതിന് അവർ പറയുന്നത് റൗണ്ട് എന്നാണ്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട്. പക്ഷേ ഞങ്ങൾക്ക് എന്നെക്കാളും നല്ലപോലെ ഇതിനെപ്പറ്റി അറിവുള്ളതായത് നമ്മൾ കൊച്ചു പിള്ളേരായതുകൊണ്ട് ഒത്തിരി താല്പര്യമുള്ളവരായിരിക്കും അങ്ങനെ. സോ ദിസ് ഈസ് ദ ഔട്ട്ലൈൻ ഓഫ് ദി ഷോർട്ട് സ്റ്റോറി ബൈ പിരി തോമസ്. പിരി തോമസിൻ്റെ ജീവൻ തന്നെ ഒരു ബോക്സിംഗ് ആയിരുന്നു. ആദ്യകാലങ്ങളിലും രണ്ടാമത്തെ കാലം വെച്ച് നോക്കുമ്പോൾ ബോക്സിംഗ് ആണ് അല്ലേ. 2 കാലങ്ങൾ തമ്മിലുള്ളൊരു ഇടി, അവസാനം രണ്ടാമത്തെ കാലം ജയിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഒരു ഫേമസ് റൈറ്ററായിട്ട്. അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി ബെസ്റ്റ് സെല്ലറായി. ബയോഗ്രഫിയുടെ പേരാണ് ഡൗൺ ദീസ് മീൻ സ്ട്രീറ്റ്സ്. മീൻ എന്ന് പറഞ്ഞാൽ ലോ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, ലോ സ്റ്റാൻഡേർഡ്. പിന്നെ ആദ്യകാലത്തെ ജീവിതമായിരിക്കും അത് ആണ് അതേപ്പറ്റി പറയുന്നത്. ഡ്രഗ് ഉപയോഗിക്കുന്ന കാലം, വഴക്കുണ്ടാക്കുന്ന കാലം, ഇതേപ്പറ്റിയായിരിക്കും പറയുന്നത്. So I think you got that idea, Amigo brothers. So Amigo brothers preferred not the championship but the friendship. That story. Amigo brothers कुछ नाल मतलब निकल रहा कालम में चले 1ാം ക്ലാസ് മുതൽ ചിലപ്പം PG വരെ ഒന്നിച്ച് പഠിക്കുന്നവരാണ്. അവരുടെ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കരമായ സ്നേഹമായിരിക്കും. ഒരു സ്വന്തം പ്രദേശത്തേക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഫ്രണ്ടിനെ ആയിരിക്കും. അങ്ങനെ ഒരു കാര്യമല്ല. സ്വന്തം പ്രദേശത്തിനോട് പറയുക, അവരുടെ പല കാര്യങ്ങളും നമ്മൾ ഫ്രണ്ട്സിനോട് പറയും. ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അത്ര മനോഹരമായ ഒരു സംഭവമാണ്. അപ്പം so then coming back, somebody just read out about the author. So Amigo brothers, Amigo means friend. P.D. Thomas, 1928-2011.
Piri Thomas was born Juan Petro Thomas. No, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് അതായിരുന്നു. പിന്നീടാണ് പേര് മാറ്റുന്നത്. His early life was murky. Murky means dark. ചില മനുഷ്യർക്ക് അങ്ങനെയുള്ളൂ. സെന്റ് അഗസ്റ്റിൻ എന്ന് കേട്ടില്ലേ? സെന്റ് അഗസ്റ്റിൻ ഒരു വിശുദ്ധൻ, പക്ഷെ ആദ്യകാലങ്ങളൊക്കെ വളരെ മോശമായ ജീവിതമായിരുന്നു. So we will say that his life, early life was murky. Then autobiographer, essayist, playwright, poet, filmmaker and lecturer. Lecturing means, I told you, he went around universities and meeting university students and college students and tell them his experience and guide them not to fall into such kind of deeds. Then Down These Mean Streets, published in 1967, the bestseller. 3 copies with bestseller. The book is a chronicle of his youth. Chronicles means story. Chronos എന്ന് പറയുന്ന ടൈം അല്ലേ? ക്രോണോമീറ്റർ വാച്ചിൽ പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന ക്രോണോമീറ്റർ എന്നാണ്. ക്രോണോമീറ്റർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ടി വി കാണുന്ന അല്ല നമ്മുടെ ടൈം ഇങ്ങനെ കമ്പ്യൂട്ടറിൽ കാണിക്കുന്ന ഇങ്ങനെയല്ല. 2 കപ്പ്, ഒരു കപ്പ് മുകളിലോട്ട് ഒരു കപ്പ് താഴോട്ട്. അതാണ് ക്രോണോമീറ്റർ. അതിനകത്ത് മണൽ വാരിയിട്ട് മുകളിൽ മണൽ വാരിയിട്ട് താഴോട്ട് വീഴുന്നു. അങ്ങനെയാണ് ടൈം ആദ്യകാലത്ത് മെഷർ ചെയ്തുകൊണ്ടിരുന്നത്. വാച്ചിന് പണ്ട് വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് ക്രോണോമീറ്റർ. ക്രോണോ മീൻസ് ടൈം എന്നാണ്. ക്രോണോ. അപ്പം ക്രോണിക്കിൾ ഓഫ് ഹിസ് യൂത്ത്, യങ്ങർ ഡേയ്സ്. And then we can see Antonio Cruz and Felix Vargas. They are the amigo brothers. Antonio was fair, lean, lanky, long hair falling over his eyes. Lanky means tall. Lanky, tall, lean. Felix was short, dark hair, afro style, husky. Husky nalla muscle, urunda muscle ഒക്കെ ഉള്ളതാണ് ഹസ്കി. ഹസ്കിക്ക് 2 അവസ്ഥയുണ്ട്. ഒന്ന് നല്ല ഉരുണ്ട മസിലൊക്കെ ഉള്ളതാണ്. മിസ്റ്റർ കേരള എന്നൊക്കെ കണ്ടിട്ടില്ല, അവിടെയൊക്കെ മസിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. അതിനെ ഹസ്കി എന്ന് പറയും. സ്വരത്തിനും പറയും ഹസ്കി. റഫ് സോ ദാറ്റ് ഹസ്കി സൗണ്ടിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനെ പറയുന്നതാണ് husky. And then same age, 17 years old, same building lived in the same building, same ambition, lightweight champion of the world, practice in the same club, same gym, boys club and same gym, running along the same place, East River side, same possessions, magazines, a scrapbook with the torn tickets, clippings of their own. Then the deal is they are coming to an agreement that we will deal എന്ന് പറയുന്നത്. ഡീൽ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മാറി താമസിക്കാം, ഒരാഴ്ചത്തേക്ക് മാറി താമസിക്കാം, അതാ ഡീൽ എന്ന് പറയും. തീരുമാനം. സെപ്പറേറ്റ് ടു മീറ്റ് ഇൻ ദ റിംഗ്. ദേ വാണ്ടഡ് ടു live separately till they meet in the ring. Then both psyching themselves ആണ് മനസ്സ് പാകപ്പെടുത്തുക. psyching themselves. How to win without hurting his friend. The whole thing is about selection for the Golden Gloves Championship. The winner will represent the boys club. So both these champions, both these boxers, they members of the boys club. So from the boys club they want to send one person, a champion, to Golden Gloves Championship. അതിനുള്ളൊരു മത്സരമാണിത്. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ, അവസാനം റൗണ്ടിൽ വരുമ്പം ഇവർ രണ്ടും വരുന്നത്. ദേ ആർ ഗുഡ് ഫൈറ്റേഴ്സ്. സോ 2 കൂട്ടുകാരങ്ങൾ വരുന്നു. അവർക്ക് ഉണ്ടാകുന്ന മനപ്രയാസം, അവർ ഒന്നിച്ച് ജീവിച്ചു. അവസാനം മനപ്രയാസം, റിങ്ങിൽ കാണുന്നു, ഇടി വീഴുന്നു. അവസാനമായപ്പോൾ ആദ്യം അവർക്ക് മനസ്സൊക്കെ പാകപ്പെടുത്താൻ നോക്കി, പക്ഷേ അവസാനം ഇടി വന്നു ഒരാൾ ജീവൻ നഷ്ടപ്പെടും എന്നായപ്പോൾ മറ്റേ ആൾ കയറി കെട്ടിപ്പിടിച്ചു. 2 പേര് എംബ്രേസ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയായി. അവർ എംബ്രേസ് ചെയ്തിട്ട് കൈ കോർത്ത് പിടിച്ച് ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുമ്പോൾ ഒരു മൈൻഡ് ചെയ്യുന്നില്ല. ഹൈറ്റ്സ് ഓഫ് ഹാർമണി. ഇതിനകത്ത് എന്താ സംഭവിച്ചത്? മെൻഡിങ് one person surrendered, another person, in this case both surrendered.
സംടൈംസ് അങ്ങനെ വരാം. എന്നാലും what is most important is your relationship. Bye. Have a nice day.